ആകാശനീലിമകളെ തൊട്ടുണർത്തി പച്ചപ്പുകൾക്ക് നടുവിലൂടെ സഞ്ചരിച്ച് പന്തളത്തിൻ്റെ വീതികളിലൂടെ കടന്നു വരുമ്പോൾ ഗ്രാമീണ ഭംഗി തുടിക്കുന്ന പ്രദേശങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത്തരം പ്രദേശത്തെ നാട്ടുജീവിതത്തിൽ വീട് എന്ന് പറയുന്നത് ഏതൊരാളുടെയും സ്വപ്നമാണ്. അല്ലെങ്കിൽ ആ സ്വപ്ന ഭവനം പൂർത്തിയാക്കുക എന്ന് പറയുന്നത് മറ്റൊരു വെല്ലുവിളിയും കൂടിയാണ്. ഒരുപക്ഷെ ദൃശ്യമാധ്യമങ്ങളിൽ കൂടി ഇന്ന് നഗരത്തിലൊക്കെ ജീവിക്കുന്നവർക്കോ അല്ലെങ്കിൽ ഗ്രാമത്തിലൊക്കെ ജീവിക്കുന്നവർക്കോ അറിയാനും കേൾക്കാനും കൂടുതൽ എനിക്ക് തോന്നുന്നു ദൃശ്യമാധ്യമങ്ങൾ വഴിയും അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് വഴിയുമൊക്കെ വീടുകളെ പറ്റിയുള്ള നിർമ്മാണങ്ങളെയും അതിൽ പരിചയപ്പെടുത്തുന്ന വ്യക്തിത്വങ്ങളെയും ഒക്കെയും കൂടുതൽ അറിയാനുള്ളൊരു സാഹചര്യം ഇന്നുണ്ട്. എന്നാൽ അതിനെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ ഇത്തരത്തിലുള്ള സാധ്യതകളെ ഒക്കെ മുഖവിലേക്ക് എടുത്തുകൊണ്ടും ഒരുപക്ഷെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ഒരു കേരളീയ സ്റ്റൈൽ വീട് ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റിൽ നിർമ്മിച്ചിരിക്കുകയാണ്. പന്തളത്തിനടുത്ത് ഇലവന്തിട്ടയിൽ പുതുപ്പറമ്പിൽ ഷാജിയും പുഷ്പലതയും. എല്ലാവരുടെയും മനസ്സിൽ എപ്പോഴും താലോലിക്കപ്പെടുന്നത്, പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു പച്ചപ്പുകൾക്ക് നടുവിലുള്ള ഗ്രാമീണ അന്തരീക്ഷത്തിൽ വരുന്നതായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ഇന്നും ഇഷ്ടപ്പെടുന്നത് ഇത്തരത്തിലുള്ള കേരളീയ സ്റ്റൈൽ വീടുകൾ തന്നെയാണ്. കേരളീയ സ്റ്റൈൽ വീടുകൾ നിർമ്മിക്കുമ്പോൾ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടെന്ന് പറയുന്നത് നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും കൂടുതൽ അനുയോജ്യമായിരിക്കും എന്നുള്ളതാണ്. 2 ഷെയ്ഡുകളാണ്. എപ്പോഴും നമ്മൾ വീടുകൾ പരിചയപ്പെടുത്തുമ്പോഴും വീടുകളെപ്പറ്റി കാണുമ്പോഴും ഒക്കെ നമുക്ക് മനസ്സിലാവുന്നത് ഇതിൻ്റെ ഷെയ്ഡുകളാണ്. കാരണം ടോപ്പ് ലെവലിൽ നിന്ന് എപ്പോഴും ഒരു 2 അടിയോളം തള്ളിയിട്ടിട്ടായിരിക്കും വീടിൻ്റെ എല്ലാ വോളുകളും പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടായിരിക്കും ഇത്തരത്തിൽ വീടുകൾ നിർമ്മിക്കപ്പെടുന്നത്. അതാണ് കേരളീയ സ്റ്റൈലിലുള്ള വീടുകൾ എക്കാലവും പ്രിയങ്കരമായി തീരുന്നതും കാലാവസ്ഥയ്ക്ക് അനുകൂലമായിക്കൊണ്ട് തന്നെ ഏത് പ്രതികൂല കാലാവസ്ഥയും തോൽപ്പിച്ച് നിൽക്കാനുള്ള ഒരു ശക്തി നമ്മുടെ ഈ ഡിസൈനുകൾക്കുണ്ട് എന്ന് പറയുന്നതും. അത്തരത്തിൽ എല്ലാവിധ വിജയങ്ങളും നേടിയ കോഴിക്കോടുള്ള ആർക്കിടെക്ട് മുരളീധരൻ്റെ ഇത്തരത്തിലുള്ള എനിക്കൊന്ന് ബഡ്ജറ്റ് ഹോമിൽ കേരളീയ സ്റ്റൈലിലുള്ള ആർക്ക് വേണമെങ്കിലും അനുകരിക്കാവുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലുള്ള ഒരു വ്യക്തിയുടെ അടുത്ത് പോയാൽ ഇത്തരത്തിലുള്ള വീടുകൾ നിർമ്മിച്ചു കൊടുക്കുന്നതിൽ ഏറ്റവും കൂടുതൽ വൈവിധ്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ആർക്കിടെക്റ്റാണ് മുരളീധരൻ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ പ്രോജക്റ്റാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ വീട്, പുതുപ്പറമ്പിൽ ഹൗസ് എന്ന് പറയുന്നത്. പുറമേ നിന്ന് നോക്കുമ്പോൾ ഒരു പക്ഷേ നല്ല രീതിയിൽ വാർത്ത് ഡിസൈനൊക്കെ ചെയ്തായിട്ട് നമുക്ക് തോന്നും. പക്ഷേ മേൽക്കൂര ചെയ്തിരിക്കുന്നത് ഡ്രസ് വർക്കിലാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഓട് പാകിയ ആ സ്റ്റൈലോടുകൂടി തനതായ ശൈലിയോടുകൂടി നമുക്ക് തോന്നും ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയാണ് നിർമ്മിച്ചിട്ടുള്ളത്. എനിക്കൊന്ന് 3 ഡിവിഷനുകളായിട്ട് തിരിഞ്ഞിട്ടുള്ള 3 പാറ്റേൺസിൻ്റെ കൂരകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ മുകളിൽ ഗ്ലാസിൻ്റെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലെ സിറ്റൗട്ടിലാണെങ്കിൽ എനിക്ക് തോന്നുന്നു പഴയകാല ചാരുപടിയോട് കൂടിയിട്ടുള്ള ഒരു മഞ്ചമൊക്കെ കൊടുത്തുകൊണ്ട് തന്നെ സിറ്റൗട്ടിനെ ക്രമപ്പെടുത്തിയിട്ടുണ്ട്. കളറും കോമ്പിനേഷനും കുറച്ചുകൂടിയൊക്കെ നല്ല ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നമ്മളെന്നും കാണുന്ന കളറുകളിൽ നിന്നേക്കാളും വ്യത്യസ്തമായിട്ട് ഒരു ചൗണ്ട കളർ, ഒരു മൗണ്ട് കളേഴ്സാണ് ശരിക്കും അതിന് കൊടുത്തിട്ടുള്ളത്. ഇടയ്ക്ക് ഡിസൈനായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം ഐവറിയുടെയോ അല്ലെങ്കിൽ ഒരു യെല്ലോ ഷെയ്ഡിൻ്റെയോ ഏറ്റവും ലൈറ്റ് ഷെയ്ഡുകളാണ് കൊടുത്തിട്ടുള്ളത്. ജനൽ വാതിലുകളൊക്കെ കൊടുത്തുകൊണ്ട് ഫ്രണ്ടിൽ സിമ്പിളായിട്ട് ഒരു കേരളീയ സ്റ്റൈലിൽ ഏറ്റവും കുറഞ്ഞ ചിലവിൽ കാണിച്ചുകൊണ്ടുള്ള എലിവേഷനോടുകൂടി എന്നാൽ ഈ പച്ചപ്പുകൾക്ക് നല്ല വ്യത്യസ്തമായിക്കൊണ്ട് തന്നെ പുതുപ്പറമ്പിൽ ഹൗസ് നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായി സാധിക്കുന്നു. ഇൻ്റർലോക്കാണ് ശരിക്കും ആർക്കിടെക്റ്റ് ഈ വീടിന് ഉപയോഗിച്ചിട്ടുള്ളത്. അകത്തൊക്കെ ഒരു പക്ഷെങ്കിൽ പൂശി നല്ല ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിലും പുറത്ത് ചില ബീഡിങ്സ് മാത്രം ക്ലിയർ ചെയ്തുകൊണ്ട് ഇൻ്റർലോക്കിൻ്റെ അതേ തന്നെ നിലനിർത്തി ബാക്കി ഭാഗങ്ങളെല്ലാം തന്നെ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്ത് കവർ ചെയ്തിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 2 പില്ലറുകൾക്ക് നടുവിൽ എനിക്കൊന്ന് വീടിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ സ്ക്വയറാണ് വീടിൻ്റെ ഒരു ഭാഗം നമുക്ക് കാണുന്നത്.
ഒപ്പം 2 സൈഡുകളിലായിട്ട് ഓരോ ബെഡ്റൂമിൻ്റെ ഇത് നടുഭാഗത്ത് സിറ്റ് ഔട്ട്, ഇങ്ങനൊരു പ്രത്യേകതയിൽ 2 പില്ലറുകൾ, മേൽക്കൂര നോക്കുമ്പോൾ ഒരു കേരളീയ സ്റ്റൈലിൽ, ഇങ്ങനെ ഒരു 4-5 സ്റ്റെപ്പ് കടന്നാണ് നമുക്ക് ഇത് കാണാൻ സാധിക്കുന്നത്. അനേകം നിർമ്മാണ രംഗങ്ങളെ പറ്റിയിട്ടൊക്കെ നാം പരിചയപ്പെടാറുണ്ട്. പക്ഷെ ചില വീടുകൾ എപ്പോഴും നമുക്ക് മനസ്സിൽ നിന്നും മായില്ല. അതിൻ്റെ നിർമ്മാണ സാധന സാമഗ്രികൾ ഒരുപക്ഷെ എങ്ങനെയാണ് അറിയുക, എവിടെയാണ് കിട്ടുക എന്നതിനെപ്പറ്റി നാം ആശങ്കപ്പെടും. അല്ലെങ്കിൽ നിർമ്മാണം പൂർത്തിയാക്കി കഴിയുമ്പോൾ ആ വീടിൻ്റെ ഭംഗിയെ പറ്റിയിട്ടും അത് നിർമ്മിച്ച വ്യക്തിത്വത്തെ പറ്റിയിട്ടും അതിനു വേണ്ടിയിട്ട് പ്രയത്നിച്ചവരെ പറ്റിയിട്ടൊക്കെ നാം ഓർക്കാറുണ്ട്. അത്തരത്തിലുള്ള ഒരു ജോമെട്രിയാണ്, അല്ലെങ്കിൽ വിജയിച്ച ഒരു വിജയഗാഥയാണ് നമുക്ക് ഈ വീടിൻ്റെ ഓരോ മുക്കിനും മൂലയിലുമൊക്കെ കാണാനായി സാധിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പം നാം ഇരിക്കുന്ന ഈ സിറ്റ് ഔട്ടിലിരിക്കുമ്പോൾ ആദ്യം നമുക്ക് വരുന്ന ഇതിൻ്റെ മേൽക്കൂരയുടെ ഭാഗം പോലും നമുക്ക് നോക്കാം. ടോപ്പ് മട്ടത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നു ചരിഞ്ഞു കൊടുത്തിരിക്കുന്ന മേൽക്കൂരയുടെ ആ ഭാഗമാണ് ഷെയ്ഡ് ആയിട്ടും വന്നിട്ടുള്ളത്. ആ ഷെയ്ഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എനിക്കൊന്ന് കോൺ ബേസിട്ട് കണക്ട് ചെയ്തുകൊണ്ട് വീടിൻ്റെ ഈ മുക്കും മൂലയും എല്ലാം കവർ ചെയ്തുകൊണ്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ വീട് മുഴുവൻ എൻ്റെ വോളും അതുപോലെ തന്നെ ഈ ഷെയ്ഡിൻ്റെ പ്രത്യേകതകൾ കൊണ്ട് തന്നെ സിറ്റ് ഔട്ടിൻ്റെ എൻഡ് വരെ തന്നെ എനിക്ക് ഇത് വന്നിരിക്കുന്നതുകൊണ്ട് മഴവെള്ളത്തിൽ നിന്നൊക്കെ നമുക്ക് വീടിൻ്റെ വോളും ഒപ്പം സിറ്റ് ഔട്ടും ഒക്കെ പ്രൊട്ടക്റ്റഡ് ആണ്. എന്നാൽ ഈ GI പൈപ്പ് കൊണ്ടുള്ള ട്രസ് വർക്ക് ചെയ്തിട്ടാണ് മേൽക്കൂര ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ളത്. പണ്ട് നമ്മൾ കാണുന്ന ഓടിൽ നിന്നും കുറച്ചും കൂടിയൊക്കെ നൂതന സാങ്കേതിക വിദ്യകൾ ഉള്ളതുകൊണ്ട് കുറച്ചുകൂടി ഭംഗിയായിട്ടുള്ള, കുറച്ചുകൂടിയൊക്കെ എക്സ്റ്റീരിയർ ഭംഗിയായിട്ടുള്ള ഓടുകളൊക്കെ നമുക്ക് മേൽക്കൂരയ്ക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നത്. ആ രീതിയിലുള്ള ഓടുകളാണ് ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ അകത്ത് നോക്കാമെങ്കിൽ ഈ ഷേഡുകൾ എല്ലാം തന്നെ ആസ്പെറ്റോസ് കൊടുത്ത് പുട്ടിയിട്ട് പെയിൻറ്റ് ചെയ്ത് വളരെ വൃത്തിയാക്കിയിരിക്കുന്നതുകൊണ്ട് നാം ഇന്ന് ഇവിടെ ഇരിക്കുമ്പോൾ ഒരിക്കലും ഇത് ആസ്പെറ്റോസ് കൊണ്ടാണ് ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് തോന്നത്തില്ല. ട്രസ് വർക്ക് ഇറക്ക് ചെയ്ത് ഓട് പാകിയതിന് ശേഷം അതിൻ്റെ ഇൻസൈഡിൽ ആസ്പെറ്റോസ് കൊടുത്തിരിക്കുകയാണ്. അപ്പം ഇവിടെ ഇരിക്കുമ്പോൾ ഈ വൈറ്റ് കളർ ശരിക്കും ഇതൊരു കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് ഒരു ഫീലിംഗ് ആണ് ഷെയ്ഡുകൾക്കൊക്കെ നമുക്ക് തോന്നുന്നത്. പിന്നെ ജനൽ വാതിലുകളെല്ലാം തന്നെ പറമ്പ് ധാരാളമുണ്ട്. പറമ്പിൻ്റെ അകത്ത് തേക്കുള്ളത് കൊണ്ട് തന്നെ വീടിന് ഉപയോഗിച്ചിരിക്കുന്നതെല്ലാം ഏതാണ്ട് ഗ്യാരണ്ടി മെറ്റീരിയലുകൾ തന്നെയാണ്. ജനൽ വാതിലുകളെല്ലാം തേക്കും തടിയിലാണ് ചെയ്തിരിക്കുന്നത്. 3 പാളി ജനലുകൾ ബെഡ്റൂമിന് 2 ഭംഗിയും ചാരുതയും ഏകുമ്പോൾ ഫ്രണ്ട് ഡോറ് ഡബിൾ ഡോറോടുകൂടി തന്നെ പഴയ ഒരു തറവാട് രീതിയിൽ തുറക്കുന്ന ഡോറാണ്. അതിൻ്റെ കൊത്തുപണിയായാലും ഒപ്പം അതിൻ്റെ ലോക്ക് സിസ്റ്റമൊക്കെ അത് നമുക്ക് ആ ഓർമ്മകളെ തൊട്ടുണർത്തുന്ന രീതിയിലുള്ള ഇതോടുകൂടി തന്നെ തേക്കിൽ തീർത്തിരിക്കുന്നു. ആ തേക്കിൻ്റെ ആ ഫിനിഷിങ് കളർ തന്നെയാണ് ചാരുപടിക്കും എനിക്ക് തോന്നുന്നു കളറിങ് ചെയ്തിട്ട് സ്റ്റെയിൻ ചെയ്ത് വരച്ചെടുത്തിരിക്കുകയാണ്. പില്ലറുകൾക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെയുള്ളത് ടൈൽസാണ്. സിറ്റ് ഔട്ടിൽ എനിക്കൊന്ന് ടൈൽസുകൾ പാകിയിരിക്കുന്നത് ഏതാണ്ട് ഫുള്ളി വെട്രിഫൈഡ് ടൈൽസുകളാണ് ഇട്ടിരിക്കുന്നത്. ഇടയ്ക്ക് എവിടേക്കോ അതിനൊരു രസം തോന്നുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഒരു കളറിങ്ങിന് വേണ്ടിയിട്ട് ഒരു ഗ്രേ കളർ ടച്ചസ് വരുന്ന മറ്റൊരു ടൈലും ഡിസൈനായിട്ട് കൊടുത്തിരിക്കുന്നത് കൊണ്ട് മൊത്തത്തിൽ വീടിൻ്റെ ഒരു കളർ മാച്ചിങ് സിസ്റ്റമൊക്കെ വളരെ ഭംഗിയായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും എനിക്കൊന്ന് ചോർച്ച ഇന്ന് വീടുകളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എപ്പോഴും ആശങ്കപ്പെടുന്നൊരിതാണ്. കാരണം വെള്ളം ഒരു പക്ഷെങ്കിൽ ചിതറി വീഴുന്നു, അല്ലെങ്കിൽ വെള്ളം പല സൈഡിലേക്ക് വന്നിട്ട് വോളിൽ വന്നിട്ട് വോളിൽ നനയുന്നതൊക്കെ ഒരിതുണ്ട്. എന്നാൽ ഇവിടെ അതിന് വ്യത്യാസമായിട്ടൊരു PVC പാത്തി എനിക്ക് തോന്നുന്നു ഫുൾ ചുറ്റോടും കൊടുത്തിരിക്കുന്നുണ്ട്. വെള്ളത്തെ കൃത്യമായി കൊണ്ടുപോയി ഒരു സ്ഥലത്തേക്ക് ക്ലിയർ ചെയ്ത് ഇറക്കുന്ന ഒരു പ്രത്യേകത നമുക്ക് തോന്നുന്നു. അങ്ങനെ ചെറിയ ബഡ്ജറ്റിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ഒരു വീടിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെ വളരെ ശ്രദ്ധയോടും സൂക്ഷ്മതയോടും കൂടി തന്നെ പുറംചട്ടയിൽ തീർത്തിരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വലിയ വീടായാലും ചെറിയ വീടായാലും ഒരു പക്ഷേ അതിൻ്റെ അകത്തളത്തിൻ്റെ ഭംഗി എന്ന് പറയുന്നത് എപ്പോഴും സ്പേസ് അറേഞ്ച്മെൻറ്റ്സാണ്. സ്പേസ് നല്ല രീതിയിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു വീടിൻ്റെ
ലിവിങ്ങും ഡൈനിങ്ങും ഒക്കെ ഒരു പക്ഷേ വളരെയധികം കൺജസ്റ്റഡായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ഏറെ സമയം വീടിനുള്ളിൽ ഇരിക്കാൻ തോന്നുകയില്ല എന്നുള്ളതാണ്. ഇവിടെ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് എനിക്കൊന്ന് ആർക്കിടെക്റ്റ് വളരെയധികം ചിന്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ പരിചയസമ്പന്നമായിട്ടുള്ള എക്സ്പീരിയൻസ് കൊണ്ടൊക്കെ അദ്ദേഹം ചെയ്തിരിക്കുന്ന അത്രയധികത്തിലുള്ള കാര്യങ്ങളാണ്. അത് മാത്രമല്ല വർക്കിൻ്റെ ഫിനിഷിങ് അത്രയധികം നമുക്ക് ഏതൊരാളും കടന്നു വരുമ്പോൾ വോൾ നോക്കുമ്പോഴായാലും അല്ലെങ്കിൽ ഫോൾ സീലിംഗ് നോക്കിയാലും ഫ്ലോറിങ് നോക്കിയാലും ഒക്കെ വീടിൻ്റെ അകത്തളത്തിലുള്ള ഫിനിഷിങ് എനിക്കൊന്ന് ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. വീടിൻ്റെ ഉൾത്തടങ്ങൾ ചെയ്തു തീർക്കപ്പെടുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഒരു കട്ടറാവസ്ഥ വരികയാണ് എങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് കാണാൻ അരാജകം തോന്നുന്ന ഫീലിങ്സൊക്കെ വരികയാണെങ്കിൽ പിന്നെ എത്ര വലിയ രീതിയിൽ നമ്മൾ ചെയ്തു തീർത്തിട്ടുണ്ടെങ്കിലും എക്സ്പെൻസ് കൊടുത്ത് ചെയ്താണെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ നമുക്ക് അസ്വസ്ഥത വരും. അതിനെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഒരു പക്ഷെങ്കിൽ ഈ വീടിൻ്റെ ലിവിങ്ങും ഡൈനിങ്ങും ഒക്കെ ചെയ്തിരിക്കുന്നത്. ധാരാളം കാറ്റും വെളിച്ചവും വരുന്ന രീതിയിൽ നേർരേഖ ആനുപാതകത്തിലാണ് ഒരു പക്ഷെങ്കിൽ ഇതിൻ്റെ ജനലും വാതിലും കറക്റ്റ് ചെയ്തിട്ടുള്ളത്. വാസ്തു പ്രകാരവും ഒരു പക്ഷേ ഇത്തരത്തിൽ വീടുകൾ വരുന്നതാണ് ഉത്തമം എന്നും നമുക്ക് വേണമെങ്കിൽ വാസ്തുകല ശാസ്ത്രപ്രകാരം അനുമാനിക്കാം. അതുമാത്രമല്ല മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ വീടിൻ്റെ പ്ലാസ്റ്ററിങ് എന്ന് പറയുന്നത് ജിപ്സം പ്ലാസ്റ്ററിങ് ആണ്. എപ്പോഴും നമുക്ക് വീട് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് സിമെൻറ്റും ഇപ്പം മണൽ നമുക്ക് ലഭ്യമല്ല, വളരെ എംസാൻഡാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ പാറപ്പൊടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത്തരത്തിലുള്ള മെറ്റീരിയലുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്ലാസ്റ്ററിങ്, സിമെൻറ്റും പാറപ്പൊടിയും കൂട്ടിയിട്ടുള്ള പ്ലാസ്റ്ററിങ് ആണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. സിമെൻറ്റും പാറപ്പൊടിയും കൂട്ടിയിട്ടുള്ള പ്ലാസ്റ്ററിങ്ങിലുള്ള ഇതെന്ന് വെച്ചാൽ നനവ് കൊടുക്കുക എന്നുള്ളത്. നനച്ച് നല്ല ശരിക്കും ഭംഗിയില്ലെങ്കിൽ പിന്നീട് അതിൽ ചെറിയ പൊട്ടലുകൾ വീഴാൻ സാധ്യതയുണ്ട്. പക്ഷേ അത്രയും രീതിയിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാലും പിന്നെയും നമ്മൾ പുട്ടിങ്, വോൾ കെയർ പുട്ടി നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. അതിനുശേഷം നമ്മൾ പ്രൈമർ യൂസ് ചെയ്യേണ്ടി വരും, പിന്നെ പെയിൻറ്റ് ചെയ്യേണ്ടി വരും. ഇങ്ങനെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു വന്നിട്ടാണ് നമ്മൾ വോളിനെ ഭംഗിയാക്കുന്നത്. ഇവിടെ എനിക്ക് തോന്നുന്നു മറ്റൊരു സമ്പ്രദായം ഏറ്റെടുത്തിരിക്കുന്ന വഴി, അല്ലെങ്കിൽ നാം പെട്ടെന്ന് ഏറ്റെടുക്കാൻ മടി കാണിക്കുന്ന വഴി ഇവിടെ അവർ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. ജിപ്സം പ്ലാസ്റ്ററിങ് എനിക്ക് തോന്നുന്നു ആർക്കിടെക്റ്റും ക്ലയൻറ്റും നേരത്തെ തന്നെ പറഞ്ഞ് അതിൻ്റെ പ്രത്യേകതകളെപ്പറ്റി മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം ഈ വീടിൻ്റെ ഉൾഭാഗം മുഴുവൻ പ്ലാസ്റ്ററിങ് ചെയ്തിരിക്കുന്നത് ജിപ്സം പ്ലാസ്റ്ററിങ്ങിലാണ്. എന്നാൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ പിടുത്തം കിട്ടുന്നുമില്ല, ആ രീതിയിൽ തന്നെ ഭംഗിയായി ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. നനവുകളുടെ ഒരു പ്രശ്നം വരുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക്, അല്ലെങ്കിൽ ഈർപ്പം തട്ടുന്നുണ്ടെങ്കിൽ മാത്രം ഉള്ളൂ ഈ ഒരു പ്ലാസ്റ്റിക്കിൽ നമുക്ക് വിഷയമുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ എക്കാലവും ഇത് വളരെ ആഠിത്യം നിറഞ്ഞു തന്നെ വീടിൻ്റെ ഉള്ളിൽ നിൽക്കുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇതിലെ ജിപ്സമാണ് അടുത്തൊരു പ്രത്യേകത. എനിക്കൊന്ന് LED വിന്യാസത്തോടു കൂടി ഭംഗിയായിക്കൊണ്ട് ഡിസൈനിങ്, നല്ല ഒരു കർവ് ഡിസൈൻസോ കൊടുത്തുകൊണ്ട് ലിവിങ്ങും ഡൈനിങ്ങും കൊടുത്ത് ഒറ്റ ഗ്രൂപ്പായിട്ട് തന്നെ അത് നിൽക്കുകയാണ്. ഒരു ഫോയർ സ്റ്റെപ്പ് വരെ ആ ഫോൾ സീലിങ്ങിൻ്റെ ഒരു ശൈലി കയറി ചെന്ന് നിൽക്കുന്നത് കൊണ്ട് അതിൻ്റെ ഒരു കളർ കോമ്പിനേഷനും ഫ്ലോറും വോളും ഒക്കെ ആയിട്ട് തന്നെ ലിവിങ്ങും ഡൈനിങ്ങും വളരെയധികം ഏതൊരാൾക്കും, അല്ലെങ്കിൽ ഒരു അതിഥിക്ക് കയറി വരുമ്പോൾ ഇഷ്ടപ്പെടുന്ന രീതിയിലൊക്കെ ആക്കി തീർത്തിരിക്കുകയാണ്. കയറി വരുന്ന ലിവിങ്ങിനെയും ഡൈനിങ്ങിനെയും മറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാർട്ടീഷനും കൂടി കൊടുത്താൽ പോലും ഒട്ടും അസ്വസ്ഥത വരില്ല എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ ഒരു സിംഗിൾ ബേസ് തന്നെ ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് അതിൻ്റെ ഒരു ഊർജ്ജസ്വലത, അല്ലെങ്കിൽ അത്രയും ഒരു കാറ്റും വെളിച്ചമൊക്കെ കയറി വരുമ്പോൾ നമുക്ക് ഈ കളർ കോമ്പിനേഷനിലൊക്കെ നിൽക്കാൻ നമുക്ക് ഒട്ടും തന്നെ ബുദ്ധിമുട്ട് വരുന്നില്ല എന്നുള്ളതാണ് ഈ വർക്കിൻ്റെ മറ്റൊരു മേന്മ എന്ന് പറയുന്നത്.